മൂന്നാം തവണയും ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ കിടഞ്ഞ് പരിശ്രമിക്കുകയാണ് BJP. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മുതൽക്കേ BJP ഒരുങ്ങിയിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ തോറും ജനകീയ സഭകൾ സംഘടിപ്പിച്ച് എംപിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് BJP സ്ഥാനാർത്ഥി പട്ടിക പോലും പുറത്തിറക്കിയത്. അതേസമയം UPയിൽ നടന്ന ജനകീയ സഭ വട്ടം പൊളിഞ്ഞതിൻ്റെ ഞെട്ടൽ BJPയെ വല്ലാതെ ബാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UPയിലെ സിറ്റിംഗ് എംപിമാരിൽ പലരെയും മാറ്റിയുള്ള പരീക്ഷണത്തിന് BJP തയ്യാറായത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കം ചില എംപിമാരെ നിലനിർത്തിയപ്പോൾ മുഖം നഷ്ടമായ എംപിമാരെ പൂർണ്ണമായും മാറ്റിയുള്ള പരീക്ഷണത്തിനാണ് BJP ഇറങ്ങിത്തിരിച്ചത്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് അവകാശപ്പെട്ട് നടത്തിയ ജനകീയ സഭകളിൽ പലതിലും ആയിരക്കണക്കിന് ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. ഇതോടെയാണ് എംപിമാർക്ക് സീറ്റ് നൽകേണ്ടെന്ന പൊതുവികാരത്തിലേക്ക് BJPക്കാർ എത്തിയത്. എംപിമാർക്കെതിരായ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സിറ്റിംഗ് എംപിമാരിൽ 4-1 പേർക്ക് ടിക്കറ്റ് നിഷേധിക്കുന്നത് BJP പരിഗണിക്കുകയാണ്. പടിഞ്ഞാറൻ UP, കിഴക്കൻ UP എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള എംപിമാരെ മാറ്റിയാണ് BJP തെരഞ്ഞെടുപ്പിന് തയ്യാറായിട്ടുള്ളത്. പ്രായപരിധി 75 കടന്നവരും ജനങ്ങളുമായി പാർട്ടി പ്രവർത്തകരുമായും ബന്ധം വളർത്തിയെടുക്കാൻ കഴിയാത്തവരും മണ്ഡലങ്ങളിൽ കാര്യക്ഷമമില്ലാത്തവരെയുമാണ് മാറ്റിയതെന്നതാണ് BJPക്കാർ തന്നെ പറയുന്നത്. 2019 പ്രതിപക്ഷത്തെ ഉന്നത നേതാക്കളെ പരാജയപ്പെടുത്തിയവർ വരെ ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള എംപിമാരുടെ പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയാണ് BJP തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയത്. ലോക്സഭാ സീറ്റ് ലഭിക്കാതെ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകുന്ന ഏതാനും എംപിമാർക്ക് പിന്നീട് രാജ്യസഭാ സീറ്റ് നൽകുവാനും ധാരണയായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ മുതൽ നടന്ന മഹാജനസമ്പർക്ക അഭിയാൻ എംപിമാരുടെ പങ്കാളിത്തം പരിഗണിക്കുന്ന പ്രധാന പരിപാടിയാണ്. ഓരോ എംപിയെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും അവരുടെ MP ഫണ്ടിൽ എത്ര തുക ചെലവഴിച്ചു എന്നൊക്കെ ഏതൊക്കെ തരത്തിലാണ് അവർ ചെലവഴിച്ചത് എന്നും വിശകലനം ചെയ്തിട്ടുണ്ട് എന്നും ഒരു മുതിർന്ന BJP നേതാവ് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ മാത്രം വിജയിക്കുമെന്ന കാഴ്ചപ്പാട് BJP സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നേതാക്കൾ പറയുന്നത്. UPയിൽ 80 ലോക്സഭാ സീറ്റുകളാണുള്ളത്. 2019 80-ൽ 62 BJP നേടിയിരുന്നു. സഖ്യകക്ഷിയായ അപ്നാദൾ 2 സീറ്റും നേടിയിരുന്നു. BSPയും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. BSP 10 സീറ്റിലും സമാജ്വാദി പാർട്ടി 5 സീറ്റിലും വിജയിച്ചു. സോണിയാഗാന്ധി മത്സരിച്ച റായ്ബറേലി സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്. എംപിമാരെ മാറ്റിയതുകൊണ്ട് ഇക്കുറി BJP ക്ലച്ച് പിടിക്കില്ലെന്നും 40 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്.